ഒരുമിക്കൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇതുവരെ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും തെറ്റുകളും പടച്ച റബ്ബ് പരിശുദ്ധ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം ഇതുവരെ നിർവഹിച്ച നമ്മുടെ നോമ്പുകൾ നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ തറാവീഹുകൾ, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ ഇഅ്തികാഫുകൾ, വഅളിന്റെ നസീഹത്തിന്റെ നമ്മുടെ സദസ്സുകൾ, ഇതുവരെ നമ്മൾ ചെയ്ത, ഇനി നമ്മൾ ചെയ്യുന്ന നമ്മുടെ മുഴുവൻ അമലുകൾ പടച്ച റബ്ബ് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് സബബായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ റമദാനിന്റെ നൂറ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റമദാൻ രണ്ടാമത്തെ 10 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. 4-5 മണിക്കൂറുകൾ മാത്രമാണ് ഈ മഗ്ഫിറത്തിന്റെ 10 യാത്ര പറയാൻ ഇനി അവശേഷിക്കുന്നത്. ഒന്നാമത്തെ 10നേക്കാൾ സ്പീഡിലാണ് രണ്ടാമത്തെ 10 നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. യാ അല്ലാഹ്, ജീവിതത്തിന്റെ കഴിഞ്ഞ കാലം ഞങ്ങളിൽ നിന്ന് സംഭവിച്ച ചെറുതോ വലുതോ, രഹസ്യമോ പരസ്യമോ നിനക്കറിയാം. ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ടും ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബർക്കത്തുകൊണ്ടും ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാഹ്. എല്ലാത്തിനും സർവ്വതിനും നീ പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിക്കണേ റബ്ബേ. റമദാൻ വിട പറയുന്ന സമയത്ത് പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഒരു ഖൽബ് നീ ഞങ്ങൾക്ക് നസീബാക്കണേ റബ്ബേ. ഇനി അവശേഷിക്കുന്നത് 9 അല്ലെങ്കിൽ 10 ദിവസങ്ങൾ, മൂന്നാമത്തെ 10ന്റെ. അത് ഇത്ഖും മിനന്നാറിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടിയാണ് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുള്ളത്. നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവും റമദാനിന്റെ തുടക്കം മുതൽ നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അസ്അലുക്കൽ ജന്നത, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയാണ്. വ അഊദു ബിക മിനന്നാർ, നിന്നോട് നരകത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. റമദാനിന്റെ തുടക്കം മുതൽ വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട 4 കാര്യങ്ങളടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ ഭാഗമായി സ്വർഗം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നരകത്തെ തൊട്ട് നമ്മൾ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുആകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ 10ൽ പ്രത്യേകമായി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ,
وأدخلني الجنة يا رب العالمين اللهم أعتقني من النار അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകണം. وأدخلني الجنة يا رب العالمين എന്നെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. ആ ദുആ ഇന്ന് മഗ്രിബ് മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ ദുആ ചെയ്യും. അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ മാപ്പ് ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി എന്നോട് നീ മാപ്പ് ചെയ്യണേ റബ്ബേ. ഈ സാധുവിന് നീ മാപ്പ് ചെയ്യണം. ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ ഒരു രാവിൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. റമളാനിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലൈലത്തുൽ ഖദറാണ്. അതിന് ഏറ്റവും സാധ്യതയുള്ള രാവുകളാണ് ഈ അവസാനത്തെ പത്തിലെ ഇന്ന് മഗ്രിബോട് കൂടെ കടന്നു വരുന്ന എല്ലാ രാവുകളും, പ്രത്യേകിച്ച് ഒറ്റയൊറ്റ രാവുകൾ. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസത്തേക്കാൾ അത് ഖൈറാൻ, ഉത്തമമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രി എന്ന നിലക്ക് ഒപ്പം 1000 മാസത്തേക്കാൾ, 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83.5 വർഷമാണ്. 83.5 വർഷം. ഈ 83.5 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലിയാണ് ഒരൊറ്റ രാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ളത്. ആ രാവിലൊന്ന് മഗ്രിബ് നിസ്കരിച്ചാൽ, ഒന്ന് ഇശാ നിസ്കരിച്ചാൽ, ഒന്ന് തറാവീഹ് നിസ്കരിച്ചാൽ, ഒരു യാസീൻ ഓതിയാൽ നമുക്ക് കിട്ടുന്ന കൂലി എന്താണ്? 83.5 വർഷത്തിന്റെ മുകളിൽ 83.5 വർഷം യാസീൻ ഓതിയ കൂലിയാണ് ഒരൊറ്റ രാവിലെ യാസീനിന്, ഒരു മഗ്രിബിന്. ഒരു പുരുഷായുസിനപ്പുറം 83.5 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നത് തുടർച്ചയായി അത് പ്രായപൂർത്തിയെത്തിയതിനു ശേഷമായിരിക്കും. പ്രായപൂർത്തിയെത്തിയതിനു ശേഷമാണ് തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. 83.5 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലി, അത്രയെന്നല്ല, ഖൈറുൻ, പരിശുദ്ധ ഖുർആനാണ്. ഖൈറുൻ, അതിനേക്കാളും ഖൈറാൻ, അതിനേക്കാളും കൂലി കൂടുതലാണ് ഒരൊറ്റ രാവിന് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്ന രാവാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പരിശ്രമവും ജാഗ്രതയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് നമ്മോട് പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പറയുക മാത്രമല്ല, കാണിച്ചു തരിക കൂടി ചെയ്യാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പത്തിൽ മറ്റ് പത്തുകളേക്കാൾ ജാഗ്രത കാണിക്കുമായിരുന്നു ഇബാദത്തുകളിൽ.
മറ്റ് പത്തുകളേക്കാൾ ആവേശം അള്ളാഹുവിന്റെ റസൂലിന് അവസാനത്തെ പത്തിൽ. തന്റെ അരയുടുപ്പ് മുറുക്കിയെടുക്കുമായിരുന്നു അള്ളാന്റെ റസൂൽ. ആയിഷ ബീവി പറയാണ്, തന്റെ അരയുടുപ്പ് മുറുക്കിയെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ അതിന്റെ ബാഹ്യമായ അർത്ഥം തന്നെ കൊടുക്കാന്നാണ്. നിസ്കാരത്തിന്റെ ഇടക്ക് തന്റെ വസ്ത്രം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി റസൂല് ബെൽറ്റിട്ടോ മറ്റോ ഒക്കെ മുറുക്കിയെടുക്കുമായിരുന്നു, ഇബാദത്തിന് തടസ്സാകാതിരിക്കാൻ. അങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ബാഹ്യമല്ലാത്ത അർത്ഥം അരയെടുപ്പ് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു. കുടുംബക്കാരെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു അവസാനത്തെ പത്തിൽ ഇബാദത്തിനായി. രാത്രികൾ ഹയാത്താക്കുമായിരുന്നു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിൽ മാത്രമായി അള്ളാന്റെ റസൂല് പള്ളിയിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അവസാനത്തെ പത്തിൽ മദീന പള്ളിയിൽ നിന്ന് അള്ളാന്റെ റസൂല് വെളിയിലിറങ്ങാറില്ല. മദീന പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങാറില്ല. അത്യാവശ്യം ബാത്റൂം പോലുള്ള ഖലാ പോലുള്ള ടോയ്ലറ്റ് പോലുള്ള ആവശ്യങ്ങൾക്കല്ലാതെ അവസാനത്തെ പത്തിലെ രാപ്പകലുകളിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ വെളിയിൽ ഇറങ്ങാറേയില്ല. ആരാണ് പറയുന്നത്? തൊട്ട് ചേർന്നുള്ള റൂമിൽ, തൊട്ട് ചേർന്നുള്ള മദീന പള്ളിയുടെ തൊട്ട് ചേർന്ന് ഒരു വാതിലിനപ്പുറം ആയിഷ ബീവിയാണ്, ഇപ്പുറം മദീന പള്ളിയാണ്. ഒരു വാതിലിനപ്പുറം ആയിഷ ബീവിയുടെ വീടാണ്, ഇപ്പുറം മദീന പള്ളിയാണ്. ആ വീട്ടിലിരുന്ന അള്ളാന്റെ റസൂലിന്റെ ചലന നിശ്ചലനങ്ങളെല്ലാം വീക്ഷിച്ചറിഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, റസൂല് വെളിയിലിറങ്ങാറില്ല, ഇബാദത്ത് മാത്രമായി രാത്രിയും പകലും. എന്തിനാണിത്? റജാഅ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അള്ളാന്റെ റസൂൽ എന്തിനാണിത് ചെയ്തത്? ഇത് ലൈലത്തുൽ ഖദർ നേടിയെടുക്കാൻ വേണ്ടി, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അതിന്റെ പുണ്യങ്ങൾ, അതിന്റെ സൗഭാഗ്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നമ്മൾ നമ്മുടെ ഈ നോമ്പ് 20ലേക്ക് എത്തിച്ചേർന്നപ്പോ നമ്മുടെയൊക്കെ മാനസികമായ അവസ്ഥ, നോമ്പിനോടുള്ള നമ്മുടെ ഈമാനികമായ ബന്ധം, അത് മനസ്സിന്റെ ഖൽബിന്റെ കണക്ഷൻ, അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കും. റസൂൽ ഇത്രയും ഇബാദത്ത് ചെയ്ത് റമളാനിലെ അവസാനത്തെ 10 മദീന പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങാതെ ഇബാദത്ത് മാത്രമായി ഇങ്ങനെ കഴിഞ്ഞുകൂടി. നമുക്കത് അള്ളാന്റെ റസൂല് പറഞ്ഞല്ല, ജീവിതത്തിൽ മാതൃകയാക്കി പഠിപ്പിച്ചു തന്നത് എന്തിനാണ്? നമ്മുടെ കണ്ണ് തുറപ്പിക്കാനാണ്. അവസാനത്തെ 10 കൊഴിഞ്ഞു പോക്കെങ്കിലും ഒന്ന് കുറയാൻ. അത് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂലിന്റെ ജീവിതവും ആ ഇബാദത്തും മനസ്സിലാക്കിയിട്ട് അവസാനത്തെ 10 കൊഴിഞ്ഞുപോക്കെങ്കിലും. നമ്മുടെ പലരുടെയും മനസ്സ് റമളാനിനപ്പുറത്തേക്ക് പോയി, പിന്നോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. ജമാഅത്തുകളും മുടക്കുകയാണ്. സുബഹിന്റെ ജമാഅത്തിന് റമളാന്റെ തുടക്കത്തിൽ വന്നിരുന്ന പലരും ഇപ്പൊ വീട്ടിലാണ് നിസ്കാരം. റമളാന്റെ തുടക്കത്തിൽ ആദ്യത്തെ ആഴ്ചകളിൽ സുബഹിന്റെ ജമാഅത്തിന് പള്ളികളിൽ പോയിരുന്ന പലരും ഇപ്പൊ വീട്ടിലാണ് നിസ്കാരം. ഞാൻ പറയുന്നത് സത്യമാണല്ലോ, എല്ലാവരുടെ കാര്യമല്ല ഈ പറയുന്നത്. പലരുടെയും ഈമാൻ കുറഞ്ഞു പോയി എന്നുള്ളത് സത്യമാണ്. തറാവീഹ് നിസ്കാരങ്ങൾ ഒഴിവാക്കാൻ, ഇശാ നിസ്കരിക്കാൻ വന്നാൽ തന്നെ അത് കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഏർപ്പാട്? വീട്ടിൽ ചെന്നിട്ട് റമളാൻ മാസത്തിൽ ഒന്നിരിക്കൽ ഏതെങ്കിലും കടത്തുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഒഴിവാക്കാൻ പറ്റാതെ, അത് ന്യായമാണ്. വീട്ടിൽ പോയി വെറുതെ കിടന്നുറങ്ങാനാണോ? മൊബൈൽ നോക്കാനാണോ? ഞാൻ പറഞ്ഞല്ലേ, നമ്മിൽ പലരുടെയും മനസ്സ് പുറോട്ട് റമളാനിനപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ചിലർക്ക് നിസ്കാരം ഖളാ ആക്കുന്നതിനും മടിയില്ല.
നിസ്കാരം ഖളാക്കാനും മടിയില്ല. റമദാൻ മാസാണ്. ളുഹർ അസ്റോടെ ഒരുമിച്ച് നിസ്കരിക്കുന്നവരുണ്ട്. ചിലപ്പോ യാത്രയാകാം, എന്താകട്ടെ. പാടില്ലാത്ത പലതും കേൾക്കാൻ മടിയില്ല, കാണാൻ മടിയില്ല, പലതും പറയുന്നതിന് മടിയില്ല. സോഷ്യൽ മീഡിയയിൽ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ റമദാന്റെ തുടക്കത്തിൽ വേണ്ട, റമദാനല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവച്ച പലതും നോമ്പിന്റെ പകലോ ഇനി പകലല്ലെങ്കിൽ തന്നെ രാത്രിയിലോ കാണുന്നതിന് കേൾക്കുന്നതിന് മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ചിലരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കാലിൽ നീര് വന്ന് വീർത്ത് വയ്യാതാകുന്ന അവസ്ഥയിൽ രാത്രി നിസ്കരിക്കുന്ന റസൂലിനെ കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തസ്നഉ ഹാദാ, എന്തിനാണ് നബിയേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ 63 വയസ്സിലാ വഫാത്തായത്. ആരോഗ്യ ദൃഢഗാത്രനായി, ഒരു കുഴപ്പമില്ല അള്ളാന്റെ റസൂലിന്. അങ്ങനത്തെ റസൂല് രാത്രി നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് വീർത്ത് വയ്യാതായി. കിലോമീറ്ററുകൾ നടന്നതൊന്നുമല്ല, നിസ്കരിച്ചതാണ്. ആയിഷ ബീവി സങ്കടത്തോടെ ചോദിക്കാൻ, നബിയെ ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, എല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ നബിയെ? എല്ലാം പുറത്തു തന്നിട്ടില്ലേ അങ്ങേക്ക്, കഴിഞ്ഞതും വരാനുള്ളതും? പിന്നെ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മറുപടി, ആയിഷ അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്ന, പടച്ചവന് ശുക്ർ ചെയ്യുന്ന ഒരടിമയാകണ്ടേ ആയിഷ? അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ എടുത്ത മറുപടി. അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരടിമ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു ദാസനാകണ്ടേ ആയിഷ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്. നമുക്ക് നമ്മൾ പടച്ചവനെ പേടിക്കണ്ടേ? നമ്മൾ അല്ലാഹുവിനെ പേടിക്കണ്ടേ? നമ്മളൊന്ന് ഓർക്ക്. അള്ളാഹുവിന് ശുക്ർ ചെയ്യണ്ടേ നമ്മളിടക്ക് ഫലസ്തീനികളെയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഫലസ്തീനികൾ, ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ, ആ കാഴ്ചയൊക്കെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ്. എല്ലാം സ്വസ്ഥമായി എന്ന് നമ്മൾ പോലും വിചാരിച്ച സമയമാണ്. കഴിഞ്ഞ ദിവസം 500ന്റെ മുകളിൽ നമ്മുടെ പാവപ്പെട്ട മക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടത് ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ, അവരുടെ മിസൈല് വർഷത്തിൽ. റമദാൻ മാസം, വിശുദ്ധ റമദാൻ മാസാണ്, നോമ്പുകാരാണ്, പട്ടിണി പാവങ്ങളാണ്, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, പള്ളിയില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ആവാസ വ്യവസ്ഥ മുഴുവനും തകർക്കപ്പെട്ട വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ സൈഡിൽ ഷീറ്റ് കെട്ടിയിട്ട് അതിലാണ് ആ പാവങ്ങൾ കിടന്നുറങ്ങുന്നത്. നോമ്പ് തുറക്കാനോ ഇടയത്താഴ്ത്തിനോ ഭക്ഷണം ഇല്ലാതെ. 2 ദിവസം മുമ്പ് ഇസ്രയേൽ ബോംബിങ്ങിൽ, മിസൈല് വർഷത്തിൽ 500ന്റെ മുകളിൽ, അതിൽ 100ഓളം കൊച്ചു മക്കളാണെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമുക്കൊക്കെ അള്ളാഹ് തന്നിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ആലോചിക്കണ്ടേ? പള്ളിയിൽ ഏസിയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ കാറിലേക്ക് കയറുമ്പോഴും പലർക്കും ഏസിയാണ്, വീട്ടിൽ ചെന്നാലും പലർക്കും ഏസിയാണ്. അള്ളാഹ് നമുക്ക് തന്ന സൗഭാഗ്യം നമ്മൾ ഓർക്കണം, ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ള, ഒന്ന് തലയിലൊരു വേദന വന്നാൽ തീരുന്നതേ ഉള്ളൂ ഈ ഓട്ടപ്പാച്ചിലെല്ലാം. നമ്മൾ തിരിച്ചറിയാം, ഒരു ചെറിയ വേദന വന്നാൽ തലയിൽ, ഒരു ചെറിയ വേദന വന്നാൽ തീരുന്നതേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ വരാന്തകളിലൂടെ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഫയലും പിടിച്ച് പിന്നെ നെട്ടോട്ടാണ്. നല്ല ഓർമ്മയോടെ മരണം പ്രതീക്ഷിച്ച് ഹോസ്പിറ്റലിലോ വീട്ടിലോ കിടന്നു പോകുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു.
ഓർമ്മയില്ലെങ്കിൽ പോട്ടെ നോക്കാം. നല്ല ഓർമ്മയോടെ മരണം ഇതല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞേക്കാണ്. ഹോസ്പിറ്റലിൽ വീട്ടിലൊന്ന് കഴിയേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു നമുക്കാക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 ഇത് വല്ലാത്തൊരു അവസരമാണ്. 10 ദിവസം 9 ദിവസം കൂടി അതിനുള്ളൂ. നഷ്ടം സംഭവിക്കരുത്. ഞാൻ ഇത്ര പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ജമാഅത്തുകൾ മുടക്കരുത്, ഏത്തിക്കാഫുകൾ മുടക്കരുത്, തഹജ്ജുദ് മുടക്കരുത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ 9 അടുത്ത റമദാനിൽ നമ്മിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.